ദൈവ നാമത്തിന് മഹത്വം. വീണ്ടും വലിയവനായ ദൈവത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഇങ്ങനൊരവസരം ഒരുക്കിയ ഹലോ ഹോപ്പിൻ്റെ അണിയറ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ദൈവമക്കളെ, നാം എല്ലാവരും വളരെയധികം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരവസരമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾക്ക് ആശ്രയിക്കുവാനും നമ്മൾക്ക് ആശ്വാസം കണ്ടെത്തുവാനും നമ്മുടെ കർത്താവിൻ്റെ സന്നിധി അല്ലാതെ മറ്റൊരിടവുമില്ല. ലോകം മുഴുവൻ പകച്ച് നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ നാളെ എന്ത് സംഭവിക്കും എന്നറിയാതെ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, ഒരു ദൈവവേദന ആശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ പാതപീഠവും ഈ ദൈവവചനവും നമ്മളുടെ പക്കൽ ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുത്തില്ല എന്നല്ല, വരുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാണ് എൻ്റെയും നിങ്ങളുടെയും ബലം. ഇന്ന് രാവിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും യോഹന്നാൻ്റെ 3-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യവും ആദ്യമായി നമുക്ക് വായിക്കാം. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? നവോമി രൂത്തിനോട് പറയുകയാണ്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കണ്ടയോ? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂപ്പനായ യോഹന്നാൻ താൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത് എന്നാണ് അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനം പ്രതിസന്ധിയിലൂടെ അല്ല കർത്താവേ, സന്തോഷത്തിലിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആശ്വാസം തരുന്നതോർത്ത് സ്തോത്രം. പ്രതിസന്ധികളിൽ കടന്നു വരുന്ന ഒരു സ്ഥാനമല്ല എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠം. ഞങ്ങളുടെ ഏതവസ്ഥയിലും, ഞങ്ങളുടെ സന്തോഷവേളകളിലും ഞങ്ങളുടെ സന്താപവേളകളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങൾക്ക് ഓടി വന്ന അഭയം പ്രാപിപ്പാൻ, ഞങ്ങളുടെ വിഷയങ്ങൾ ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ പകരുവാൻ, ആ വിഷയങ്ങൾ കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഇന്ന് രാവിലെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതോർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. വചനം സംസാരിക്കുന്ന അടിയനെയും അവിടുത്തെ കൃപയിൽ ക്രൂശിൻ്റെ മറവിൽ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം എൻ്റെ പൊന്നേശുവിൻ്റെ നാമത്തിൽ തന്നെ. നാം വായിച്ച 2 വേദഭാഗങ്ങളിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഒന്ന്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് തൻ്റെ മരുമകൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ. രണ്ടാമത് നാം വായിച്ചത് മൂപ്പനായ യോഹന്നാൻ അപ്പോസ്തലൻ താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾ ശുഭമായിരിക്കണം, സുഖമായിരിക്കണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഇതിൽ നിന്ന് എനിക്ക് ഈ കാലാവസ്ഥയിൽ, ഈ നാളുകളിൽ മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ വലിയവനായ ദൈവവും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾ, താൻ കരുതിയ, ഇന്നുവരെയും കരുതി സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുവന്ന എൻ്റെ നല്ല കുഞ്ഞുങ്ങൾ സുഖത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ആഗ്രഹിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 2 നിലയിൽ നമ്മൾക്കതിനെ കാണുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കാതെ രൂത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബേത്ലഹേമിലുള്ള കുടുംബത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും കഷ്ടപ്പാടുകളും മാത്രമേ
കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും നല്ല ഒരു വീണ്ടെടുപ്പുകാരനെ, നല്ല രക്ഷകനായ ഒരു യേശു ക്രിസ്തുവിനെ എനിക്ക് നിങ്ങൾക്കും ആ അധ്യായങ്ങളിൽ ദർശിക്കുവാൻ സാധിക്കും. അതുപോലെ രൂത്ത് ഒരു വിശ്വാസ സമൂഹത്തെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എപ്രകാരം കരുതുന്നു എന്ന് രൂത്ത് നമുക്ക് കാണിച്ചു തരുന്നു. തൻ്റെ പ്രയാസ മധ്യത്തിൽ തൻ്റെ അമ്മായിയമ്മയോ തൻ്റെ ചാർച്ചക്കാരെയോ തൻ്റെ സ്നേഹിതരെയോ വിട്ട് അവളുടെ സ്വഭവനത്തിലേക്ക് പോകാതെ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? കഷ്ടമനുഭവിക്കുന്ന ജനത്തോട് കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിപ്പാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരുടെ മധ്യത്തിൽ തന്നെ നിൽക്കുവാൻ ഇടയായി. ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം അങ്ങനെ നമ്മുടെ കഷ്ടതയെ അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നാമും കഷ്ടത അനുഭവിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നമ്മളാവോളം സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ വലിയവനായ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? നാം സുഖമായും ശുഭമായും ഇരിക്കണമെന്നും നാം നന്നായി ഇരിക്കണമെന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം സുഖമായും ശുഭമായും ഇരിക്കണം എങ്കിൽ നാം എന്താണ് ആദ്യമേ ചെയ്യേണ്ടത് എന്ന് അറിയാമോ? അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക, എന്നാൽ നീ എന്ത് ചെയ്യണം എന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതായത് നാം എവിടെയാണോ അഭയസ്ഥാനം കണ്ടെത്തേണ്ടത് ആ അഭയസ്ഥാനം കണ്ടെത്തി കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയും വളരെ നല്ല നിലയിൽ അനുഗ്രഹിച്ച് നമ്മൾക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം, പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നവോമി രൂത്തിനോട് പറയുകയാണ്, നീ ചെല്ലണം, നിന്റെ വീണ്ടെടുപ്പുകാരൻ ആ വയലിൽ കിടന്നുറങ്ങുന്നുണ്ട്, നീ അവൻ്റെ പാദപീഠത്തിങ്കൽ നിന്റെ ആശ്രയം കണ്ടെത്തണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ, അവൻ്റെ പാദപീഠത്തിങ്കൽ നീ ഇരുന്ന് കഴിയുമ്പോൾ നിനക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഒരു കർത്താവ് ഉണ്ട്, അല്ലെ ഒരു നല്ല വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന് നവോമിയോ രൂത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും വളരെ ശക്തമായി പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വീണ്ടെടുപ്പുകാരൻ നിനക്ക് പറഞ്ഞു തരും, മകനെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന്, നീ എവിടെ പോകണമെന്ന്, നീ എവിടെ നിൽക്കണമെന്ന്, നീ എന്ത് പ്രവർത്തിക്കണമെന്ന്. ദൈവമക്കളെ, ഇതിൽ കൂടുതൽ ഒരു സന്തോഷം എനിക്ക് നിങ്ങൾക്കും ഈ പ്രതിസന്ധി മധ്യത്തിൽ ലഭിക്കുവാനുണ്ടോ? നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള വരും കാലങ്ങളിലുള്ള ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ബാധയൊന്നും എന്നെയും നിങ്ങളെയും അടുക്കുകയില്ല. കാരണം തൻ്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നെയും നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. പക്ഷേ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ വിശ്രാമം എവിടെയാണ് എന്ന് ഞാനും നിങ്ങളും ആദ്യമേ തന്നെ അത് കണ്ടുപിടിക്കുക മാത്രമല്ല, അവിടെ പോയി അഭയം പ്രാപിക്കണം. അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ പറഞ്ഞു തരുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമതായി നാം ചിന്തിക്കുവാൻ പോകുന്നത്, നാം എന്ത് ചെയ്ത് തരണം എന്ന് പറഞ്ഞു തരുന്ന വീണ്ടെടുപ്പുകാരനായ ഒരു കർത്താവ്. പക്ഷേ അത് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം: നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. അതെ, ഈ വിശ്വസ്തയായ അല്ലെ സ്നേഹസമ്പന്നയായ മരുമകൾ തൻ്റെ അമ്മായിയമ്മയോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. അതായത് ഈ അമ്മായിയമ്മ മകളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്രാമ സ്ഥലം എവിടെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, അതുകൊണ്ട് നീ ഇന്നടത്ത് പോയി ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് വളരെ അനുസരണയോടുകൂടെ കേട്ട്
അങ്ങനെ ചെയ്ത ആ നല്ലവളായ രൂത്ത് വീണ്ടും തൻ്റെ അമ്മായിമ്മയോട് പറയാം, അതേ അമ്മേ, അവിടുന്ന് പറയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. അതേ ദൈവമക്കളെ, ഇന്ന് ഞാൻ ആരെയെങ്കിലും വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വിഷമത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും സമ്പന്നതയിൽ കഴിയുമ്പോൾ, എനിക്ക് നിങ്ങൾക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഈ നല്ലവനായ ദൈവത്തെ നമ്മുടെ ചുറ്റുമുള്ള ദൈവദാസന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നു. എന്നാൽ പലപ്പോഴും ഈ ദൈവത്തെ പിൻപറ്റുവാൻ, അല്ലെ ഈ ദൈവസന്നിധിയിൽ സമയം ചിലവഴിപ്പാൻ, ഈ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ പലപ്പോഴും ഞാനും നിങ്ങളും സമയം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ഈ പ്രതിസന്ധി മധ്യത്തിൽ ഇപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചില്ല എന്ന് വരികിൽ എന്നിനി നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ നല്ലവനായ ദൈവത്തെ ഞാനും നിങ്ങളും കണ്ടുമുട്ടിയില്ല എന്ന് വരികിൽ നാം എന്നാണ് ഈ ദൈവത്തെ ഇനിയും കണ്ടുമുട്ടുവാൻ പോകുന്നത്? ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചില്ല എന്ന് വരികിൽ എന്നാണ് ഇനി ഈ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ പോകുന്നത്? വളരെ അനുസരണയോടുകൂടി തൻ്റെ മാതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാമെന്ന് ഏറ്റുപറയുന്ന ഈ ദാസിയെ പോലെ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുവാൻ സാധിക്കും, അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്താട്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചാട്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ ബാധ്യസ്ഥർ ആണ് എന്ന് തന്നെയല്ല, തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാം. ഞങ്ങൾ അങ്ങ് പറയുന്നത് തന്നെ അനുസരിക്കാം. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമക്കളെ, നാം വായിക്കുന്ന രൂത്തിന്റെ പുസ്തകത്തിൽ, നാം പഠിക്കുന്ന രൂത്തിന്റെ പുസ്തകത്തിൽ അവളുടെ അനുസരണ അവൾക്ക് എന്തായി ഭവിച്ചു? നന്മയ്ക്കായി ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലൊരു വീണ്ടെടുപ്പുകാരനെ അവൾക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയമ്മച്ചി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നും കാണുവാൻ നമുക്ക് സാധിക്കും. പുറപ്പാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പാട്ടുകാരൻ പാടി, എൻ്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പാട്ടുകാരൻ പാടി, ഒരു ദൈവ പൈതൽ പാടി. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ആര് സമ്പത്തായിരിക്കും എന്നറിയാമോ? ഞാനും നിങ്ങളും സമ്പത്തായിരിക്കും. അതായത് കൽപ്പനകൾ അനുസരിക്കുന്നവരെ, ദൈവവചനം പ്രമാണിച്ച് നടക്കുന്നവരെ, പ്രതിസന്ധികൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സന്തോഷവേളകളിലും, ഞാൻ സുഖമായും ശുഭമായും ഇരിക്കുന്ന സമയങ്ങളിലും ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുമെങ്കിൽ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, എൻ്റെ സന്താപവേളകൾ, എൻ്റെ പ്രതിസന്ധികളുടെ വേളകളിൽ എനിക്ക് പരിഹാരകനായി എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ വന്ന് നിൽക്കും. അല്ല എന്ന് വരികിൽ പലപ്പോഴും നാം കേട്ടിട്ടുള്ളതുപോലെ, നാം കണ്ടിട്ടുള്ളതുപോലെ, എൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഒരാളുടെ മുൻപിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവൻ ഒരു പക്ഷേ പറഞ്ഞു എന്ന് വരും, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന്. കാരണം അവന് പരിചയമുള്ള മറ്റു പലരും ഇങ്ങനെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അവരെ ആദ്യം സഹായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനൊരവസ്ഥ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് എൻ്റെ ദൈവം പറയുവാൻ ഒരവസ്ഥ ഞാൻ നിങ്ങളും ഉണ്ടാക്കി കൊടുക്കരുത്. നാം എന്ത് ചെയ്യണമെന്നറിയാമോ? എപ്പോഴും അവൻ്റെ നല്ല സ്നേഹിതരായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട്, അവൻ്റെ കൈക്കീഴിൽ ഇണങ്ങിയ നല്ല ആടുകളായിട്ട് ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലും നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അതെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൂത് ഇതാണ്.
അനുസരിക്കുന്നത് ഏത് യാഗത്തെക്കാളും. ഞാൻ നിങ്ങൾ എത്രയെല്ലാം പുണ്യപ്രവർത്തികൾ ഈ ലോകത്ത് ചെയ്താലും അതിനെക്കാട്ടിലുമൊക്കെയും ഏറ്റവും വിലമതിക്കുന്നത്, എൻ്റെ കർത്താവ് വിലമതിക്കുന്നത്, അവൻ്റെ പാദപീഠത്തെങ്കിൽ ആശ്രയം കണ്ടെത്തുന്ന ഒരു കുഞ്ഞ്, അതിനുശേഷം എൻ്റെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ചെയ്യുവാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അതേ കർത്താവെ, അവിടുന്ന് അരുളി ചെയ്യണമേ അടിയനിത. മറ്റൊന്നും പറയണ്ട. വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. പിതാവേ, അവിടുന്ന് അരുളി ചെയ്താലും അടിയനിത, ഞാൻ അവൈലബിൾ ആണ്. അവിടുന്ന് പറയുന്ന എന്ത് കാര്യങ്ങൾ കേൾക്കുവാൻ, അവിടുന്ന് പറയുന്നത് എന്തും ചെയ്യുവാൻ, അവിടുന്ന് പറയുന്നത് എന്തും അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും എന്നറിയാവും? നാം നന്നായിരിക്കും. രണ്ടാമത്, നാം ശുഭമായും സുഖമായും ഇരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്രകാരം നമ്മളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നവർ എപ്രകാരം നമ്മളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ നിലയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും. അതിന് ഒരു സംശയമില്ല. മൂന്നാമതായി ഒരു കാര്യം, നാം സുഖമായും ശുഭമായും ഇരിക്കേണ്ടതിന് അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിന് അവൻ പറഞ്ഞു, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കിയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. അതിന് അവൻ പറഞ്ഞത്. ഇപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം വായിച്ചതും ചിന്തിച്ചതുമായ 2 വാക്യങ്ങൾ പറഞ്ഞത് നവോമിയായിരുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാർ നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ കാണിച്ച് തന്നു കഴിയുമ്പോൾ നാം അതനുസരിക്കുകയും അവൻ്റെ പാദപീഠത്തിങ്കൽ ചെന്ന് അഭയം പ്രാപിക്കുകയും ചെയ്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? അതാണ് ഈ 10-ാം വാക്യം. പിന്നെ ഞാനും ദൈവവുമായിട്ടുള്ള ആ അഭേദ്യ ബന്ധം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ സംസാരിക്കുന്നത് രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്തിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ഒരു വലിയവനായ ദൈവം. അതാണ് പറഞ്ഞത്, അവൻ നിനക്ക് കാണിച്ചു തരും നീ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അവൻ നിനക്കിപ്പോൾ പറഞ്ഞു തരികയാണ് നീ ചെയ്തത് എന്താണ്, അത് നന്നായോ ഇല്ലയോ എന്ന് പറഞ്ഞു തരികയാണ്. അതാണ് പറയുന്നത്. അതിന് അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരെയോ ധനവാന്മാരെയോ ആയ ബാല്യക്കാരെ നീ പിന്തുടരുകയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. അതായത് രൂത്തിനോട് ബോവസ് പറയുന്നു, രൂത്തെ, നിനക്ക് മനസ്സിലായി നീ ആരെയാണ് പിന്തുടരേണ്ടതെന്ന്. അതനുസരിച്ച് നീ എന്നെ പിന്തുടർന്നത് കൊണ്ട് നീ ദരിദ്രരായ അല്ലെ ധനവാന്മാരായ അനേക ബാല്യക്കാർ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. അവരെ ആരെയും പിന്തുടരാതെ നീ എന്നെ പിന്തുടർന്നത് കൊണ്ട് നീ ഇപ്പോൾ ലഭിക്കുന്ന ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ നന്മയല്ല, ഇതിലുപരിയായ ഒരു നന്മയിലേക്ക്, ഇതിലുപരിയായ ഒരു സന്തോഷത്തിലേക്ക് നീ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമക്കളെ, ദൈവത്തെ അനുസരിച്ച് കഴിയുന്ന ഒരു ദൈവ പൈതലിന് ദൈവം കാണിച്ചു തരും ആരെയാണ് പിന്തുടരേണ്ടത് എന്ന്. നീ ആ വ്യക്തിയെ, ആ ദൈവത്തെ പൂർണ്ണമായി പിന്തുടരുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് ഈ ലോകത്തുള്ള സമാധാനം, ഈ ലോകത്ത് ലഭിക്കേണ്ട സ്വസ്ഥത, ഈ ലോകത്ത് ലഭിക്കേണ്ട ശാന്തി, സന്തോഷം സകലതും നൽകും എന്നും മാത്രമല്ല, നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ അധികത്തിൽ പിന്നത്തെ ഒടുവിൽ അധികം ദയ കാണിക്കുന്ന ഒരു കർത്താവ്. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു പക്ഷേ ഈ 60 വർഷം 70 വർഷം 80 വർഷം കൊണ്ട് അവസാനിക്കും ഈ ലോകത്തേത്. എന്നാൽ പിന്നീടുള്ളതിൽ അധികം ദയ ലഭിക്കേണ്ടതിന് കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്ത് ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ താൽക്കാലിക ലാഭത്തിനോ താൽക്കാലികമായ ഒരു രോഗശാന്തിക്കോ താൽക്കാലികമായ കുറേ ധനസമ്പാദ്യത്തിനോ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്കോ വേണ്ടിയല്ല. നിത്യതയിൽ കോടാനുകോടി വർഷങ്ങൾ
എൻ്റെ കർത്താവിനോടുകൂടെ സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇപ്പോഴേ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ബുദ്ധിയോടെ ജീവിക്കുമ്പോൾ ആരെ പിന്തുടരേണ്ടു എന്ന് കണ്ട് മനസ്സിലാക്കി ആ വ്യക്തിയെ, ആ നല്ല വീണ്ടെടുപ്പുകാരനെ ഞാനും നിങ്ങളും പിന്തുടരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നറിയാമോ? ഞാനും നിങ്ങളും ആരെ പിന്തുടരേണ്ടു എന്ന്, ആരിൽ ആശ്രയിക്കേണ്ടു എന്ന് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്ന് നമ്മൾ ആ വ്യക്തിയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ അവൻ നമ്മളെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ തരുമ്പോൾ തന്നെ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടിയും ഒരുക്കുന്ന ഒരു ദൈവമാണ്. നാം ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 115 സങ്കീർത്തനത്തിൻ്റെ 118 സങ്കീർത്തനത്തിൻ്റെ 8ഉം 9ഉം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 118 സങ്കീർത്തനത്തിൻ്റെ 8ഉം 9ഉം അതിപ്രകാരമാണ് വായിക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നാം പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളുമായിട്ട് പല മനുഷ്യരുടെ മുന്നിൽ പോയി നാം നിൽക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരുപക്ഷെ ഈ വാക്യം ഒരു 4 മാസം മുമ്പ് വരെ ഞാൻ നിങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായി കാണുകയില്ല. എന്നാൽ ഇന്ന് ലോകത്തിന് ചുറ്റും നിങ്ങളുടെ കണ്ണൊന്ന് ഓടിച്ച് നിങ്ങളുടെ മുൻപിലുള്ള മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നത് പോലെ, നാം കേൾക്കുന്നത് പോലെ ലോകം പകച്ചു നിൽക്കുകയാണ്. ലോകത്തിനറിയില്ല എന്നീ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന്. ലോകത്തിനറിയില്ല ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് എന്ന്. ദൈവവചനം എന്നെയും നിങ്ങളെയും വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ലോകം മുഴുവൻ തങ്ങൾ കുത്തിയവനിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരവസരമാണ് ഇത് എന്ന് ലോകമൊന്ന് മനസ്സിലാക്കിയിരുന്നു എന്ന് വരികിൽ എത്ര നന്നായിരുന്നു. ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്കും അത് മനസ്സിലായി എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമക്കളെ, ലോകം ഇതൊന്ന് മനസ്സിലാക്കുവാൻ തങ്ങൾ നിന്ദിച്ചവനിലേക്ക്, തങ്ങൾ വെറുത്തവനിലേക്ക്, തങ്ങൾ പരിഹസിച്ചവനിലേക്ക് ഒന്ന് തിരിഞ്ഞു വരുവാൻ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവേ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് പറയുവാൻ ഇന്ന് ഈ പകൽക്കാലം ഇടയായി എന്ന് വരികിൽ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. ലോകത്തിന് സൗഖ്യം ലഭിപ്പാൻ അതല്ലാതെ മറ്റൊന്നും നമ്മളുടെ മുൻപിലില്ല. ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, ദേശത്തിന് സൗഖ്യം ലഭിക്കുവാൻ, ലോകത്തിന് സൗഖ്യം ലഭിക്കുവാൻ നാം ആരിലേക്ക് നോക്കണമെന്നറിയാമോ? ദൈവസന്നിധിയിലേക്ക് നോക്കണം. നാം ആരെ പിൻപറ്റണമെന്നറിയാമോ? ദൈവസന്നിധിയിൽ ദൈവത്തെ പിൻപറ്റണം. നാം ആരുടെ സന്നിധിയിൽ അഭയം പ്രാപിക്കണമെന്നറിയാമോ? ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കണം. രൂത്തിന്റെ പുസ്തകം അതാണ് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ സന്നിധി അല്ലാതെ മറ്റൊരിടമില്ല എനിക്ക് നിങ്ങൾക്കും ആശ്വാസം തരുന്നത്. ഈ ദൈവത്തിൻ്റെ സന്നിധി അല്ലാതെ മറ്റൊരിടമില്ല എനിക്ക് നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും സമാധാനവും സന്തോഷമേ ഉള്ളൂ. ആരെ പിന്തുടരേണ്ടു എന്ന് മനസ്സിലാക്കി ആ നല്ല വീണ്ടെടുപ്പുകാരനെ പിന്തുടർന്ന രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞാൻ നിങ്ങൾ ഇന്ന് രാവിലെ സമയം ആരെ പിന്തുടരേണ്ടു എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. 4-മതായി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളൂ, നീ അനങ്ങാതെ ഇരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ദൈവസന്നിധിയിൽ വയ്ക്കുന്ന വിഷയത്തിന് മറുപടി തരുവോളം എൻ്റെ കർത്താവ് സ്വസ്ഥമായിരിക്കുകയില്ല എന്നുള്ളതാണ് ഈ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും മനസ്സിലാകുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളും സംശയിച്ചു പോയിട്ടുണ്ട്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംശയം ജനിപ്പിക്കത്ത നിലയിൽ പല കാര്യങ്ങളും തീർന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന്. പല വിഷയങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് മറുപടി ലഭിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്
ഇന്ന് പകൽക്കാലം വളരെ ശക്തമായിട്ട് പറയുന്നു, ദൈവസന്നിധിയിൽ നീ കടന്നു വരുമ്പോൾ, നീ ദൈവസന്നിധിയിൽ വയ്ക്കുന്ന വിഷയങ്ങൾക്ക്, നീ ദൈവത്തോട് പറയുന്ന വിഷയങ്ങൾക്ക്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവോളും ആ കാര്യത്തിനൊരു തീർപ്പ് ഉണ്ടാകുന്നത് വരെ സ്വസ്ഥമായിരിക്കാത്ത, അസ്വസ്ഥനായി നടക്കുന്ന ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: ഞാൻ ഒരു വിഷമം അനുഭവിക്കുമ്പോൾ അതെങ്ങനെങ്കിലും ആയിക്കോട്ടെ, അവനെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി നമ്മളെ കൈവിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. വളരെ പ്രസിദ്ധമായ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കഥയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. അതെന്താകുന്നു എന്ന് വിവരിക്കുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും പ്രതിസന്ധി നമ്മളോട് കൂടെ നടക്കുന്ന, നാം കടൽ തീരത്ത് കണ്ട 2 കാൽപ്പാടുകൾ, എന്നാൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടെ താണു പോകുമെന്ന് വിചാരിച്ചപ്പോൾ കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ കൂടെ നടന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ തൻ്റെ കൂടെ നടന്ന ആളിനോട് പറഞ്ഞു, എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ നിൻ്റെ കാൽപ്പാടുകൾ കണ്ടില്ലല്ലോ, അവിടെ ഞാൻ എൻ്റെ കാൽപ്പാടുകൾ മാത്രമേ കണ്ടുള്ളൂ എന്ന്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, അത് നിൻ്റെ കാൽപ്പാടുകളല്ല, അതെൻ്റെ കാൽപ്പാടുകളായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ തോളിൽ വഹിക്കുകയായിരുന്നു ആ ദുർഘട മധ്യത്തിൽ. അതേ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ ദുർഘട മധ്യത്തിൽ തോളിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. എന്നാൽ പലപ്പോഴും ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത്? അത് വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 59-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1-2. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അതെ, നമ്മെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം, നമ്മുടെ പ്രാർത്ഥന, നാം പ്രാർത്ഥിക്കുന്നത് ഏത് വലിയ വിഷയമായാലും അതിന് മറുപടി തരാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെന്താണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കാത്തത്? പിന്നെന്താണ് എൻ്റെ വിഷയങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകാത്തത്? പിന്നെന്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഈ ബാധ മാറ്റപ്പെടാത്തത്? അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇന്ന് പകൽക്കാലം വളരെ ചിന്തിച്ച്, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തന്നെ ഈ വാക്യത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായിരിക്കുന്നു എന്ന് വരികിൽ തീർച്ചയായിട്ടും ദൈവം കേൾക്കും, മറുപടി അയക്കും. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തന്നിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പുറം ലോകം നമ്മെ നോക്കുമ്പോൾ നാം ഒരുപക്ഷെ ദൈവമക്കളായിട്ട് കാണപ്പെടാം. ലോകം നമ്മളെ കാണുന്നത് ഒരു ദൈവ പൈതലായിട്ടായിരിക്കാം. നമ്മുടെ പ്രവൃത്തികളൊക്കെ അവരുടെ മുൻപിൽ ഒരു ദൈവീക പ്രവൃത്തികളായി മറ്റുള്ളവർക്ക് തോന്നിയെന്നിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് തോന്നണം. എൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മനസ്സിലാകണം, തീർച്ചയായിട്ടും ഞാൻ എപ്രകാരമുള്ള വ്യക്തിയാണ് എന്ന്. ഞാൻ ചെയ്യുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എൻ്റെ കർത്താവിന് ഹിതമുള്ളതാണോ എന്ന് ഇന്ന് രാവിലെ സമയം സ്വയം ശോധന ചെയ്യണം. ഞാൻ പ്രാരംഭത്തിൽ ഓർത്തതുപോലെ ആരെയും വിരൽ ചൂണ്ടണ്ട, ആരുടെ നേരെയും ചൂണ്ടിട്ട് അവൻ അങ്ങനെയാണ് ഇവളെങ്ങനെയാണെന്ന് നമ്മൾ പറയണ്ട. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഞാനും നിങ്ങളും എന്നിലേക്ക് തന്നെ ഒന്ന് നോക്കണം. കർത്താവേ, ലോകത്തിന് സമാധാനം ലഭിക്കാത്തത്, ലോകത്തിന് സ്വസ്ഥത ലഭിക്കാത്തത്, എൻ്റെ കുടുംബത്തിന് സ്വസ്ഥത ലഭിക്കാതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കാത്തത് എൻ്റെ കുറവുകൾ കൊണ്ടാണ് എന്ന് ഇന്ന് രാവിലെ സമയം നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. എൻ്റെ ദൈവമക്കളെ, എൻ്റെ പാപം എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം എൻ്റെ മുഖം മറയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഉണ്ട് എന്ന് വരികിൽ ആ പാപം വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങൾക്കും ബോധ്യം തരുന്നു എന്ന് വരികിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിന് മുൻപേ കർത്താവെ, ചെയ്തു പോയ കുറവുകൾ, സംസാരിച്ചതിൽ, നോട്ടത്തിൽ, വാക്കുകളിൽ, ചിന്തകളിൽ, വികാരങ്ങളിൽ
വന്നുപോയ കുറവുകളെ ക്ഷമിക്കുമാറാകണമേ എന്ന് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമെങ്കിൽ നാം തീർച്ചയായിട്ടും വയ്ക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ദേശത്തിനും സൗഖ്യം നൽകും, കുടുംബത്തിന് സൗഖ്യം നൽകും, തലമുറയ്ക്ക് ദൈവം സൗഖ്യം നൽകും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിത്യ തുറമുഖത്തെത്തുവാൻ അത് കാരണമായി തീരും. അല്ല എന്ന് വരികിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥായി പോകും. അങ്ങനെ ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച ദൈവമക്കളെ, നാം നന്നായിരിക്കണം, സുഖവും ശുഭവുമായിരിക്കണമെന്ന് വലിയനായ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നാം അവൻ്റെ പാതപീഠത്തിങ്കൽ വിശ്രാമം കണ്ടെത്തണം. 2, അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കണം. 3, ആരെ പിന്തുടരേണ്ടു എന്ന് അവൻ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നാം അവനെ മാത്രമേ പിന്തുടരാവൂ. 4, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ അകൃത്യങ്ങൾ മാറ്റിവെച്ച് നാം നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ വിഷയത്തിന് മറുപടി തരുവോളും അവൻ സ്വസ്ഥമായിരിക്കുകയില്ല. അവൻ അതിന് മറുപടി തരും. ദേശത്തിന്, വ്യക്തികൾക്ക്, ലോകത്തിന് സൗഖ്യം ലഭിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. എന്നാൽ പ്രിയ പിതാവേ, അങ്ങ് അറിയുന്നത് പോലെ ഞങ്ങളുടെ ലോകം അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നു. എന്നാൽ കർത്താവേ, എൻ്റെ കുറവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ലോകത്തിന് സൗഖ്യം ലഭിക്കുവാൻ തടസ്സമായിട്ട്, എൻ്റെ ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മറുപടി ലഭിക്കുവാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് വരികയും അവിടുന്ന് കണ്ട് എന്നോട് ക്ഷമിച്ച് ലോകത്തിന് സൗഖ്യം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇനി എപ്പോഴൊക്കെ ദിവസങ്ങളിൽ കടന്നു വരുന്നു അപ്പോഴൊക്കെ നല്ല ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസ്സാക്ഷിയോടെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ വിഷയങ്ങളെ പറയുവാൻ അവിടുന്ന് സഹായിക്കണമേ. എൻ്റെ ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ലഭിച്ച അവസരത്തിനായി സ്തോത്രം. വചനം കേട്ട അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ എൻ്റെ പൊന്നേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.